വെൽക്കം ടു ഹിന്ദി സഹായക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓർ വിദ്രോഹി എന്ന് പറയുന്ന 9th സ്റ്റാൻഡേർഡിലെ നാടകിൻ്റെ നമ്മൾ തേർഡ് നോക്കാം. തീസറാ ദൃശ്യ. ഇത് വരുന്നത് പേജ് നമ്പർ 82 ആണ്. ഈ പേജ് നമ്പർ 82 കഴിഞ്ഞ് 83 ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേജ് നമ്പർ 83 നോക്കൂ. തീസറാ ദൃശ്യം. സേനാപതി കാ പ്രസ്ഥാൻ, ന്യായാധീഷ് കാ പ്രവേശ്. അതായത് സേനാപതി പോകുന്നു, ജഡ്ജിയുടെ പ്രവേശനം. ന്യായാധീഷ് എന്ന് പറഞ്ഞാൽ ജഡ്ജിയാണ്. അപ്പോൾ നോക്കൂ, ജനത പറയാണ്, മാനനീയ ന്യായാധീഷ് മഹോദയ്, हम लोग जानना चाहते हैं कि इनके साथ महाराज की ये जो लड़ाई हो रही है वह कहाँ तक उचित है. ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ആദരണീയനായ ജഡ്ജി സാറേ, ഹേമും രാജാവും തമ്മിലുള്ള യുദ്ധം എത്രമാത്രം ഉചിതമാണെന്നുള്ളത് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് ആര് പറയാണ്? ജനങ്ങൾ പറയാണ്, ഈ ജനത പറയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ലഡായി എന്ന് പറയുകയാണെങ്കിൽ യുദ്ധമാണ്, ലഡായി യുദ്ധം. അതുപോലെ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? ആ ഒരു യുദ്ധം എത്രത്തോളം ഉചിതമാണെന്ന് അറിയാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ജനങ്ങൾ പറയണം. അപ്പോൾ ന്യായാധീഷ് പറഞ്ഞു, അരേ ജറാ ഇസ്കി ബാത് സുനോ, വേ തോ രാജാ ഹെ. ന്യായാധീഷ് എന്ത് പറയുന്നു? അദ്ദേഹം പറയുന്നതൊന്ന് കേൾക്കൂ, അദ്ദേഹം രാജാവാണ്, അദ്ദേഹം പറയുന്നതാണ് നിങ്ങൾ കേൾക്കേണ്ടത്, അദ്ദേഹം രാജാവാണെന്ന് പറഞ്ഞു. അപ്പോൾ ജനത പറഞ്ഞു, ഇസ്ലിയേ തോ വേ ന്യായധർമ്മ കെ പാലൻഹാർ ഹോങ്കെ. അതുകൊണ്ടാണ് അദ്ദേഹം നീതി സംരക്ഷകനായത്. അദ്ദേഹം പറയാണ്, അതുകൊണ്ടാണ് അദ്ദേഹം നീതി സംരക്ഷകനായത്. ഇസ്ലിയേ തോ വേ ന്യായധർമ്മ എന്ന് പറയുകയാണെങ്കിൽ നീതി, ന്യായധർമ്മം എന്ന് പറയുകയാണെങ്കിൽ നീതി ധർമ്മിനെ പാലൻഹാർ എന്ന് പറഞ്ഞാൽ സംരക്ഷകനായത്. ഓക്കെ, പാലനം, അതായത് അത് കറക്റ്റായിട്ട് പാലൻ ചെയ്യുന്ന ആൾ, അതായത് നിയമം അനുസരിക്കുന്ന ആൾ ആയത്. അതുകൊണ്ടാണ് അദ്ദേഹം ആരായതെന്ന് പറയുന്നത്? രാജാവായത്. എന്നിട്ട് പറയാണ്, ന്യായാധീശ് പറയാം, ന്യായ് അന്യായ് തോ രാജാ ഹി ജാൻതേ ഹെ. നീതിയും അനീതിയും, ന്യായ് എന്ന് പറഞ്ഞാൽ നീതി, അന്യായ് എന്ന് പറഞ്ഞാൽ അനീതി, രണ്ടും ആർക്കറിയാം? രാജാ ഹി ജാൻതേ ഹെ. രാജാവിന് അറിയില്ലേ? ഹം ലോഗ് ക്യാ കർ സക്തേ ഹെ. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാര് പറയാണ്? ന്യായാധീശ് പറയാണ്. അപ്പോൾ ന്യായാധീശാണ് അത് പറയുന്നത്. ഈ ഒരു ജനങ്ങൾ എന്താണ് പറയുന്നത്? ന്യായാധീശ് പറയാണ്, ന്യായ് അന്യായം എന്താണെന്നൊക്കെ രാജാവിന് അറിയുന്നതല്ലേ. ഹം ലോഗ് ക്യാ കർ സക്തേ. ഞങ്ങൾ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ന്യായാധീശ് ചോദിച്ചു. അപ്പോൾ ജനത പറഞ്ഞു, हम समझते हैं कि जब तक महाराज न्याय की राह पर चलेंगे तब तक वे हम लोगों को राजा बने रहेंगे. അതാണ് പറയുന്നത്. എന്താണ് ജനങ്ങൾ പറയുന്നത്? രാജാവ് നീതിയുടെ മാർഗത്തിലൂടെ, അതാണ് ന്യായ് കി റാഹ്, ന്യായ് എന്ന് പറഞ്ഞാൽ നീതി, റാഹ് എന്ന് പറഞ്ഞാൽ മാർഗം അല്ലെങ്കിൽ വഴിയിലൂടെ, പർ ചലേങ്കെ എന്താണ് മാർഗത്തിലൂടെ നടക്കുന്നത് വരെ അദ്ദേഹം ഞങ്ങളുടെ രാജാവായിരിക്കും എന്നാണ് കരുതുന്നത് എന്നാണ് പറഞ്ഞത്. അതാണ് പറയുന്നത്, രാജാവ് നീതിയുടെ മാർഗത്തിലൂടെ നടക്കുന്നത് വരെ അദ്ദേഹം ഞങ്ങളുടെ രാജാവായിരിക്കും. അതായത് ഇവിടെ പറയാണ്, രാജാവ് നീതി ചെയ്യുകയാണെങ്കിൽ, നല്ലത് ചെയ്യുകയാണെങ്കിൽ രാജാവ് ഞങ്ങളുടെ രാജാവായിരിക്കുമെന്ന് ന്യായാധീശ് പറഞ്ഞു, ജനത പറഞ്ഞു. അപ്പോഴാണ് ന്യായാധീശ് പറയാണ്, ലേക്കിൻ രാജാ കി ഇച്ഛ കെ സാമനെ ഹമേം സിർ ജുക്കാനാ ഹി പടേഗ. അപ്പോൾ ജഡ്ജി പറഞ്ഞു, പക്ഷേ രാജാവിൻ്റെ ആഗ്രഹത്തിൻ്റെ മുൻപിൽ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? തല കുനിക്കേണ്ടി വരും എന്നാര് പറയാണ്? ന്യായാധീശ് പറയാണ്. അപ്പോൾ ജനത പറഞ്ഞു, അഗർ വ ഇച്ഛ അന്യായ ഹോ, ആ ആഗ്രഹം അന്യായമോ അതുപോലെ അധർമ്മമോ ആണെങ്കിലോ എന്ന് ചോദിച്ചു. അഗർ എന്നാൽ ആ ഒരു ആഗ്രഹം അന്യായമോ അല്ലെങ്കിൽ അധർമ്മമോ ആണെങ്കിലോ എന്നാര് ചോദിച്ചു? ജനത ചോദിച്ചു. അപ്പോൾ ന്യായാധീശ് പറയുന്നു, ഹാം തബുബി, അപ്പോഴും നമ്മൾ അനുസരിക്കണം. അപ്പോൾ ജനത പറഞ്ഞു, ക്യോം, എന്ത്? അപ്പോൾ ജഡ്ജി പറയാണ്, അപ്പോൾ എന്ത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ജനത ചോദിച്ചു, എന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ ന്യായാധീശ് ജഡ്ജി പറഞ്ഞു, എന്താണ്? ബഡേ ആശ്ചര്യ കി ബാത് ഹൈ, വലിയ ആശ്ചര്യം തന്നെ. ജാൻതേ നഹി കി മഹാരാജ് കെ പാസ് കാഫി ബഡി ഫൗജ് കി താക്കത്ത് ഹൈ. രാജാവിൻ്റെ അടുത്ത് വലിയ സേനാ ബലമുണ്ടെന്ന് കാര്യം നിങ്ങൾക്ക് അറിയില്ലേ എന്നാര് ചോദിച്ചു? ജഡ്ജി ചോദിച്ചു. അപ്പോൾ ജനത പറഞ്ഞു, മഹാരാജ് കോ അദാലത്ത് മേ ബുലാനെ കാ ആദേശ് ദീജിയേ. എന്താണ്? മഹാരാജാവിനെ കോടതിയിലേക്ക് ക്ഷണിക്കാനുള്ള ഉത്തരവിടൂ എന്ന് ജനത പറഞ്ഞു. അപ്പോൾ ന്യായാധീശ് പറയാണ്, മഹാരാജ് കോ അദാലത്ത് മേ ബുലാന പടേഗ. എന്താണ്? ജഡ്ജി പറയാണ്, മഹാരാജാവിനെ കോടതിയിലേക്ക് വരുത്തേണ്ടി വരുമോ? മഹാരാജാവിനെ എങ്ങോട്ട് വരുത്തേണ്ടി വരുമോ? കോടതിയിലേക്ക്. അദാലത്ത് എന്ന് പറഞ്ഞാൽ കോടതിയിലേക്ക് വിളിച്ചു വരുത്തേണ്ടി വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ജനത പറഞ്ഞു, അഗർ ആപ് ന്യായാധീശ് കാ കർത്തവ്യ പാലൻ നഹീ കർ സക്തേ തോ ഫിർ ആപ്കോ കോയി ഫൗസല ഹമേ നഹീ മാനേംഗെ. എന്താ പറഞ്ഞത്? താങ്കൾക്ക് ജഡ്ജിയുടെ കർത്തവ്യങ്ങൾ പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ താങ്കളുടെ ഒരു തീരുമാനവും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാര് പറയാണ്? ജനത പറയാണ്. അതാണ് പറയുന്നത്, അഗറാപ്പ്, താങ്കൾക്ക് ജഡ്ജിയുടെ ന്യായാധീശ കർത്തവ്യങ്ങൾ ചെയ്യുന്നത് നഹി കർ സക്തേ, ഒരു ജഡ്ജി ചെയ്യേണ്ട കർത്തവ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ താങ്കളുടെ ഒരു തീരുമാനവും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ജനങ്ങൾ പറഞ്ഞു. ഈ ജനത കറക്റ്റ് നീതിയുടെ കൂടെയാണ് ജനത നിൽക്കുന്നത്. അപ്പോൾ ന്യായാധീശ് പറയാണ്, തും സബ് കി ബാത് ന്യായ് സംഗത് ഹെ. നിങ്ങളുടെ കാര്യം, നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്? നീതിയുക്തമാണ്. മഹാരാജ് കോ ബുൾവ ബേജനെ കി അബ് ജറൂറത്ത് നഹി. മഹാരാജാവിനെ നോട്ടീസ് അയക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? വേ ഖുദ് ഹി ഇധർ ആ രഹേ ഹേ. അദ്ദേഹം സ്വയം ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ന്യായാധീശ് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പം രാജാ കാ പ്രവേശ്, അങ്ങനെ വരുമ്പോഴാണ് രാജാവിൻ്റെ എൻട്രി. രാജാവ് വരുന്നുണ്ട്. അപ്പോൾ രാജാവ് വന്നു, രാജാവിൻ്റെ പ്രവേശനം, രാജാ കാ പ്രവേശ്. അപ്പോൾ രാജാവ് പറഞ്ഞു, യഹാ ഭീഡ് ക്യോം ലഗി ഹൈ. ഇവിടെ എന്താണ് ഇത്ര തിരക്ക് എന്ന് ആര് ചോദിച്ചു? രാജാവ് ചോദിച്ചു. തും ലോഗോം കോ ക്യാ ചാഹിയേ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് വേണ്ടത് എന്ന് ആര് ചോദിക്കുകയാണ്? രാജാവ് ചോദിക്കുക. അപ്പോൾ ജനത പറഞ്ഞു, ഹമേ ന്യായ് ചാഹിയേ മഹാരാജ്. ഞങ്ങൾക്ക് നീതി വേണം മഹാരാജാവേ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇസ്കി ലിയേ അദാലത്ത് ഹെ. ഇതിനായി കോടതിയുണ്ട്. വഹാം ജാനെ പർ ന്യായ് കെ ലിയേ സോച്നാ നഹി പടേഗ. ഇതിനായിട്ട് കോടതിയുണ്ട്, അവിടെ ചെല്ലുമ്പോൾ നീതിക്ക് വേണ്ടി ചിന്തിക്കേണ്ടി വരില്ല എന്നാര് പറയാണ്? രാജാവ് പറയാണ്. ഇനി മക്കളെ പേജ് നമ്പർ 84 നോക്കുക. നമുക്കൊരു പിക്ചർ കാണാൻ പറ്റും. ശേഷം നമുക്ക് നോക്കാം ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ജനത പറഞ്ഞു, माननीय न्यायाधीश से जानने आए हैं कि हम के विरुद्ध महाराज की लड़ाई क्या उचित है. അപ്പോൾ ജനത പറയാണ്, എന്താണ് ജനത പറയുന്നത്?
ഹേമിന് വിരുദ്ധമായിട്ട് രാജാവ് യുദ്ധം ചെയ്യുന്നത് ഉചിതമാണോ എന്ന് ആദരണീയനായ ജഡ്ജിയോട് ചോദിച്ചറിയാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ജനങ്ങളുടെ ആവശ്യം. ജഡ്ജിയോട് ഒരു കാര്യം ചോദിച്ചറിയാൻ വന്നതാണ്. എന്താണ് കാര്യം? ഹേമിന് വിരുദ്ധമായിട്ട് രാജാവ് യുദ്ധം ചെയ്യുന്നത് ഉചിതമാണോ എന്ന് അന്വേഷിക്കാനാണ് ഇവർ വന്നത്. അപ്പോൾ രാജാവ് പറഞ്ഞു, ഉചിതമാണോ? രാജാവ് പറഞ്ഞു, രാജാ കബി അന്യായ നഹി കർ സക്തേ, രാജാവിന് ഒരിക്കലും അനീതി ചെയ്യാൻ കഴിയുകയില്ല എന്നാര് പറയാണ്? രാജാവ് പറഞ്ഞു. അപ്പൊ ജനത പറഞ്ഞു, രാജ ജബ് അന്യായ കർത്തേ ഹേ ഫിർ വേ രാജ നഹി രഹത്തെ. എന്താ പറഞ്ഞത്? രാജാവ് എന്ന് അനീതി ചെയ്യുന്നുവോ അന്ന് മുതൽ അദ്ദേഹം രാജാവ് ആയിരിക്കുകയില്ല എന്നാര് പറയാണ്? ജനത പറയാണ്. അപ്പൊ രാജ പറഞ്ഞു, തും ലോഗ് കടി ബാത്തേ കർ രഹേ ഹോ, ഇസ്കെ പരിണാം സോച്ച് ലോ, നിങ്ങൾ കടുപ്പത്തിൽ സംസാരിക്കുന്നു, ഇതിന്റെ ഫലം ആലോചിച്ചു നോക്കൂ എന്ന് രാജാവ് പറഞ്ഞു. അപ്പൊ ജനത പറഞ്ഞു, രാജ കബി അന്യായ നഹി കർത്തേ. ജനത പറയാണ്, രാജാവ് ഒരിക്കലും അനീതി പ്രവർത്തിക്കുന്നില്ല, അനീതി ചെയ്യില്ല. എന്നിട്ടോ ഇസ് ബാത് കാ മത്ലബ് ഹേ, ഇതിന്റെ അർത്ഥം അങ്ങ് ആലോചിച്ച് നോക്കൂ. ഇസ് ബാത് കാ മത്ലബ് ആപ്പ് ബി സോച്ച് ലീജിയേ, ഈ ഒരു കാര്യത്തിന്റെ അർത്ഥം താങ്കളും എന്ത് ചെയ്യൂ, ചിന്തിച്ചു നോക്കൂ, ആലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ടോ മഹാരാജ് ഹം സവിനയ് ജാനനാ ചാഹത്തെ ഹൈ കി ഹേം കാ അപരാധ് ക്യാ ഹൈ. എന്നിട്ട് പറയാണ്, മഹാരാജാവേ, ഹേമിന്റെ കുറ്റം എന്താണെന്ന് അറിയാൻ ഞങ്ങൾ വിനയത്തോടെ ആഗ്രഹിക്കുന്നു. ഇതാണ് ജനങ്ങൾ ആവശ്യപ്പെട്ടത്. ഹേം എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ആർക്കറിയണം? ജനതയ്ക്ക് അറിയണം. അതറിയാനാണ് അവർ വന്നത്. അതാണ് അവർ ജഡ്ജിയുടെ അടുത്ത് ചോദിച്ചത്. അപ്പൊ രാജാവ് പറയാണ്, ഇസ് കോത്തോ മേ ടീക് ടീക് സേ ബദാസ് നഹി സക്ത. അപ്പോൾ രാജാവ് പറഞ്ഞത്, അപ്പോൾ രാജാവ് പറയാണ്, അപ്പോൾ രാജാവ് ഇവിടെ എന്താണ് ചോദിക്കുന്നതെന്ന് അറിയോ? എനിക്കിതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ എനിക്ക് ടിക് ടിക് സേ എന്താണ് ശരിയായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ജഹാം തക്ക് മുझे याद है कि एक दिन राजमहल का हाथी जब घूमने निकला था ठीक उसी वक्त हेम ने उसके सामने थूक दिया था इसे सभी ने देखा है. എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു ദിവസം രാജകൊട്ടാരത്തിലെ ഹാത്തി എന്ന് പറഞ്ഞ ആനയെ കൊണ്ട് ഉലാത്താൻ പുറപ്പെട്ടപ്പോൾ, അതായത് ഹാത്തി എന്ന് പറഞ്ഞാൽ ആനയാണ്. ആന അതായത് ഹാത്തിയുടെ കൂടെ എന്താണ് ചെയ്തത് അവര്? ഗൂമന നിക്കല എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൂമന എന്ന് പറഞ്ഞാൽ ആനയെയും കൊണ്ടിട്ട് ഉലാത്താൻ പുറപ്പെട്ട അതേ സമയത്ത് എന്ത് ചെയ്തു? ഹേമ അതിന്റെ മുൻപിൽ തുപ്പി എന്ന ഓർമ്മ ആണ് ആർക്കുള്ളത്? രാജാവിനുള്ളത്. അതാണ് തൂക്ക് ദിയ എന്ന് പറഞ്ഞാൽ തുപ്പുക, ടു സ്പിറ്റ് ഔട്ട് എന്നാണ് തൂക്ക്. അഥവാ തൂക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? തുപ്പി. അതായത് രാജാവിൻ്റെ ആനയും കൊണ്ടിട്ട് അവർ ഒരു ഉലാത്താൻ പുറപ്പെട്ട അതേ സമയത്ത് ഹേമ അവിടെ മുൻപിൽ തുപ്പി എന്നുള്ള ഓർമ്മയാണ് ആർക്കുള്ളത്? രാജാവിനുള്ളത് എന്ന് പറഞ്ഞു. ഇതെല്ലാവരും കണ്ടതാണ്. ഇസേ സബീനെ ദേക്ക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജനത പറഞ്ഞു, രാജാക്ക് കാനൂൻ മേ അഗർ ദണ്ഡ് ദേനെ ലായക് ഹോ തോ അദാലത്ത് മേ ഹേം പർ മുഖ്ദമ ക്യോं न चलाया जाए. എന്താ പറഞ്ഞത്? രാജാവിന്റെ നിയമം അനുസരിച്ചിട്ട് ശിക്ഷ കൊടുക്കേണ്ടതാണെങ്കിൽ കോടതിയിൽ ഹേമിനെതിരായിട്ട് എന്തുകൊണ്ട് കേസ് നടത്തിക്കൂടാ എന്ന് ജനങ്ങൾ ചോദിച്ചു. അപ്പോൾ കാനൂൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? കാനൂൻ എന്ന് പറയുകയാണെങ്കിൽ നിയമമാണ്. അതുപോലെ ദണ്ഡ് എന്ന് പറഞ്ഞാൽ പണിഷ്മെന്റ് ആണ്. അതുപോലെ അദാലത്ത് എന്ന് പറഞ്ഞാൽ കോടതിയാണ്. മുഖ്ദമ എന്ന് പറഞ്ഞാൽ കേസാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞതാണ്, രാജാവിന്റെ നിയമം അനുസരിച്ച് ശിക്ഷ കൊടുക്കേണ്ടതാണെങ്കിൽ കോടതി എന്തുകൊണ്ട് ഹേമിനെതിരായിട്ട് എന്തുകൊണ്ട് നേരത്തെ അവർ കേസ് നടത്തിക്കൂടാ എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് പറയാണ്, യാനിക്ക് ലഡായിക്ക് ആനന്ദ और उल्लास से तुम लोग मुझे अलग करना चाहते हो. എന്താ പറഞ്ഞത് എന്ന് വെച്ചാൽ, യുദ്ധം ചെയ്ത സന്തോഷവും ഉല്ലാസവും കൊണ്ട് നിങ്ങൾ എന്നെ അരികറ്റാൻ നോക്കുകയാണോ എന്നാണ് രാജാവോട് ചോദിക്കുന്നത്. അപ്പോൾ ജനത പറയാണ്, ഇസ്ലിയേക്ക് ലഡായി അന്യായ ഹെ. അങ്ങനെയാണെങ്കിൽ അതായത് യുദ്ധം അനീതിയാണ്. എന്താണ്? അവർക്ക് ഒരു യുദ്ധത്തിന്റെ ആനന്ദവും ഉല്ലാസവും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധം നടത്തുന്നെങ്കിൽ യുദ്ധം എന്താണ്? അന്യായമാണെന്ന് ജനത പറഞ്ഞു. അപ്പോൾ രാജ പറഞ്ഞു, ലേക്കിൻ ഹമേ ഇസ്കി ബേഹദ് ജറൂറത്ത് ഹേ. അപ്പോൾ ജനത പറയാണ്, അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഹേമിന്റെ ഭാഗത്താണ്. അപ്പോൾ അവർ പറയാണ് എന്താണ്? അപ്പോൾ പറയാണ്, പക്ഷേ ഇത് ഞങ്ങൾക്ക് അങ്ങേയറ്റം ആവശ്യമാണെന്നൊക്കെ അവർ പറഞ്ഞു. എന്നിട്ട് ഇവിടെ പറയാണ് എന്ത്? ഒരു യുദ്ധത്തിന് വേണ്ടി നിങ്ങൾ എന്നെ അകറ്റാൻ നോക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ ജനത പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ യുദ്ധം അനീതിയാണ്, അന്യായമാണെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ലേക്കിൻ ഹമേ ഇസ്കോ ബേഹദ് ജറൂറത്ത് ഹേ. പക്ഷേ ഇത് ഞങ്ങൾക്ക് അങ്ങേയറ്റം ആവശ്യമാണ്. ബെഹദ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം, ജറൂറത്ത് ആവശ്യമാണ് എന്ന് രാജാവ് പറഞ്ഞു. അപ്പോൾ മക്കളെ നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നോക്കിക്കോളൂ, പേജ് നമ്പർ 85 നോക്കാം. അപ്പോൾ അതിൽ പറയാണ്, ജനത പറയാണ്, ജറൂറത്ത് എന്താവശ്യം നിങ്ങൾ പറയുന്നത് ചോദിച്ചു. അപ്പോൾ രാജ പറഞ്ഞു, കാലി ബേട്ടെ ഹമാരെ സൈനിക് ലഡ്നാ ഭൂൽത്തെ ജാ രഹേ ഹേ. എന്താണ്? അങ്ങനെ വെറുതെ ഇരുന്ന് ഞങ്ങളുടെ സൈനികർക്ക് യുദ്ധം മറന്നു. കാലി വെറുതെ ബേട്ടെ ഇരുന്നിട്ട് ഹമാരെ ഞങ്ങളുടെ സൈനിക് എന്ന് പറഞ്ഞാൽ സൈനികന്മാർക്ക് യുദ്ധം ചെയ്യാൻ ഭൂൽന മറന്നുപോയി. അപ്പോൾ ജനത പറയാണ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഹേമിന്റെ ഭാഗത്താണ്. തബുത്തോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ലോക ജനങ്ങൾ ഹേം കി തരഫ്. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ജനങ്ങൾ ആരുടെ കൂടെയാണ്? ഹേമിന്റെ കൂടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറയാണ്, ചലോ ഭായി വരൂ, നമുക്ക് ചൽക്കർ ഹേം കെ സഹാത്ത് മജ്ബൂത് കരി, വരൂ നമുക്ക് ഹേമിനോടൊപ്പം ശക്തരാകാം എന്നാര് പറയാണ്? ജനത പറയാണ്. അപ്പം എന്നിട്ട് എന്ത് ചെയ്തു? ഇവരെല്ലാവരും കൂടെ പോകുന്നു. സബ് ജാത്തെ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ പോവുകയാണ്. അപ്പം മക്കളെ, ഞാൻ വിചാരിച്ചത് നമുക്ക് ഇതൊരു ലാസ്റ്റ് പാർട്ട് ആക്കാൻ ആണെന്നായിരുന്നു. പക്ഷേ ഇത് നമുക്ക് കുറേ കണ്ടന്റ് ഉണ്ടാവും. അതായത് കുറച്ചധികം വീഡിയോ ലെങ്ത് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇതിലൊന്ന് ഷോർട്ട് ആക്കുകയാണ്. നമുക്ക് ഒരു നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു നാടകം അവസാനിപ്പിക്കാം. അതുകൊണ്ട് നമുക്ക് ഒരു പേജ് നമ്പർ 85 അതുപോലെ 86 നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. നമുക്ക് ഉടൻ തന്നെ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.